മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നമ്മളോട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയോട് ഇത്തരത്തിലൊരു ഡാർക്ക് റൂം ഇവിടെ സെറ്റ് ചെയ്യണമെന്നും ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, ഒരു എക്സിബിഷൻ സെറ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റൈഹാൻ ഹോസ്പിറ്റലിലെ വിദ്യാർത്ഥികളുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ഈ ഡാർക്ക് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. 1967 മുതൽ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ജനാധിപത്യ സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. കാഴ്ചയില്ലാത്തവരെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക, അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവരുടെ പ്രയാസങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രധാനമായി ചെയ്തു വരുന്നത്. അപ്പോൾ ഇപ്പം മലപ്പുറം കളക്ട്രേറ്റിൽ കളക്ടറുടെ മുൻകൈ എടുത്തുകൊണ്ട് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സഹായത്തോടു കൂടി ഒരു ഡാർക്ക് റൂം സെറ്റ് ചെയ്തിരുന്നു. അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് കാഴ്ചയില്ലാത്തവരെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കാഴ്ചയില്ലാത്തവരുടെ ലോകത്തെക്കുറിച്ച് ഒരു മിനിറ്റെങ്കിലും അവർക്കൊന്ന് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമായിരുന്നു അവിടെ കൊടുത്തിരുന്നത്. അത് കണ്ടിട്ടാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങളോട് ഇങ്ങനെ ഒരു പരിപാടി ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇത് ഇവിടെ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊതുജനങ്ങളായാലും പുതിയ തലമുറയൊക്കെ സഹായം ഭിന്നശേഷിക്കാരോട് ഏത് രീതി ഇടപെടണമെന്നോ ഏത് രീതിയിൽ സഹായിക്കണമെന്നോ ആ ഒരു മനസ്ഥിതി അവർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കൂട്ടിയെടുക്കുക, അത് അവരിലേക്ക് കാഴ്ചയില്ലാത്തവരെ പറ്റിയുള്ള ഒരു അവയർനെസ് കൊടുത്തുകൊണ്ട് ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി സാധാരണ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ഇത്തരത്തിൽ ഡാർക്ക് റൂം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന 2 ലക്ഷ്യങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, ഇവിടെ മാഷ് പറഞ്ഞ പോലെ തന്നെ കാഴ്ചയില്ലാത്തവർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ, അതിനെങ്ങനെ അവർ തരണം ചെയ്യുന്നു എന്നുള്ളതും. രണ്ടാമത്തത്, ഇപ്പോൾ പെട്ടെന്നാണ് ആളുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ മെമ്പർഷിപ്പ് ഇത് പരിശോധിച്ചാൽ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. കൂടുതൽ ആളുകളും ചെറുപ്പക്കാർ, അത്തരത്തിലുള്ള മധ്യവയസ്കർ, ഇവരൊക്കെ ഇങ്ങനെ ആക്സിഡൻറ്റിലൂടെയും മറ്റു ഡയബറ്റിക്കായിട്ടൊക്കെ കാഴ്ച നഷ്ടപ്പെട്ട് സംഘടനയിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് വരും തലമുറകൾ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും IQ എന്ന് പറയുന്ന സാധനം വളരെ കൂടുതലാണ്, നമുക്കറിയാം. പക്ഷേ EQ, ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്ന ആ ഒരു സംഗതി വളരെ കുറവാണ്. കാരണം എന്തെങ്കിലും ഒരു പ്രതിസന്ധി ജീവിതത്തിലുണ്ടായാൽ അപ്പോൾ തന്നെ ആത്മഹത്യ പോലെയുള്ള ജീവിതം തീർക്കുന്ന ഒരു തരത്തിലേക്ക് ചിന്തിക്കുകയാണ് കുട്ടികളൊക്കെ. അപ്പം അതല്ല, കാഴ്ച നഷ്ടപ്പെട്ടാലും ഇനി എന്ത് തന്നെ ജീവിതത്തിൽ വൈകല്യങ്ങൾ ഉണ്ടായാലും അതിനെ തരണം ചെയ്ത് ജീവിക്കാൻ കഴിയും, മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇപ്പോൾ നിലവിൽ സകലാംഗരെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകൾക്കും കൂടി അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഇതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇന്നത്തെ ജനറേഷൻ നേരത്തെ 2 പേർ സൂചിപ്പിച്ച പോലെ ഒരു മിനിറ്റ്, കാഴ്ചയില്ലാത്ത ആളുകൾ വ്യത്യസ്ത 1967 മുതൽ കാഴ്ചയില്ലാത്തവരുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന ജനാധിപത്യ സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. പൊതുവെ കാഴ്ചയില്ലാത്തവരെ യാചകരായി കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് കാഴ്ചയില്ലാത്തവർ പല മേഖലയിലും എത്തിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർ, അല്ലെങ്കിൽ കോളേജ് പ്രൊഫസർമാരായിട്ടുണ്ട്, ഹൈസ്കൂൾ അധ്യാപകരായിട്ടുണ്ട്, LP UP സ്കൂളിൽ അധ്യാപകരാണ്, ഡോക്ടറേറ്റ് എടുത്തവരുണ്ട്, ഒക്കെയുണ്ട്. എങ്കിലും ചില സന്ദർഭങ്ങളിൽ കാഴ്ചയില്ലാത്തവർ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴോ പൊതുവിടങ്ങളിൽ നിൽക്കുമ്പോഴോ നമ്മുടെ പൊതു സമൂഹം പലപ്പോഴും അവരെ സഹായിക്കുവാനോ അവർക്ക് എന്താണോ അവരുടെ ആവശ്യം അത് ചോദിച്ച് മനസ്സിലാക്കാതെ നമ്മളെ യാചകരായി കാണുന്ന ചില സാഹചര്യമെങ്കിലും നിലനിൽക്കുന്നുണ്ട്. ഒരിക്കലും അത് പാടില്ല. കാരണം ഭിന്നശേഷിക്കാരും കാഴ്ചാപരിമിതരും ഒക്കെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അവരും നിങ്ങളെപ്പോലെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ഒരേ അവകാശമുള്ളവരാണ് എന്നുള്ള ചിന്തയോടുകൂടി അവരെ സഹായിക്കുവാൻ, അവർക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് സഹായിക്കുവാനുള്ള ഒരു മനസ്ഥിതി വരും തലമുറയ്ക്കുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.